ഇനി നമുക്ക് അടുത്ത അറ്റൻഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ചെറിയ പോർഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കാം. അറ്റൻഷൻ അതിൽ ഇതേപോലെ തന്നെ നമ്മുടെ ഫിസിയോളജിക്കൽ ബേസിസ് ഓഫ് അറ്റൻഷൻ ഉണ്ട്, പിന്നെ വേറെ 1-2 കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അറ്റൻഷൻ. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചില ആശയങ്ങളിലേക്ക് ആദ്യം പോകാം. ഷിഫ്റ്റിംഗ് ഓഫ് അറ്റൻഷൻ. എന്താണ് ഷിഫ്റ്റിംഗ് ഓഫ് അറ്റൻഷൻ? എന്താണ് ഈ ഷിഫ്റ്റിംഗ് ഓഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് നോക്കാം. While we are working on one stimulus or attending one object, our attention can also shift on to the other object. എന്താണ്? While we are working on one stimulus, നമ്മൾ ഒരു സ്റ്റിമുലസിൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അറ്റൻഡിങ് വൺ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കുമ്പോൾ, അവർ അറ്റൻഷൻ ക്യാൻ ഓൾസോ ഷിഫ്റ്റ് ടു ദി അതർ ഒബ്ജക്റ്റ്. മറ്റുള്ളൊരു ഒബ്ജക്റ്റിലേക്കും നമ്മുടെ ശ്രദ്ധ പോകുന്ന ഒരു പരിപാടി. ഇപ്പൊ ക്ലാസ് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൃത്യമായിട്ട് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ട്ടോ എന്നൊരു സൗണ്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോകും. അയ്യോ, എന്തോ കുട്ടി നശിപ്പിച്ചു, അല്ലെങ്കിൽ ഭർത്താവ് നശിപ്പിച്ചു, അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും എന്തെങ്കിലും തല്ലി ഉടച്ചു എന്നുള്ളതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നു. അതാണ് ഷിഫ്റ്റിംഗ് ഓഫ് അറ്റൻഷൻ. നമ്മളുടെ ആ അറ്റൻഷൻ നമ്മൾ വേറൊരു സംഭവത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ്, അത്രേ ഉള്ളൂ കാര്യം. അതാണ് ഷിഫ്റ്റിംഗ് ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ while we are working on one stimulus or attending one object, our attention is shift to other എന്നുള്ളതാണ് ഷിഫ്റ്റിംഗ് ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ അറ്റൻഡിങ് a conversation at a party, suddenly you listen your name is in the other group, your attention will shift to the conversation of other group. രണ്ടുപേരായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ഇപ്പുറത്തൊരു ഗ്രൂപ്പ് നിൽക്കുന്നുണ്ട്, അവര് നമ്മുടെ പേര് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോകും. അതാണ് ഷിഫ്റ്റിംഗ് ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ടേമാണ് സ്പാൻ ഓഫ് അറ്റൻഷൻ. സ്പാൻ ഓഫ് അറ്റൻഷൻ. എന്താണ് സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ? There are limitation to the number of object or stimuli that can attended to in one period of attention. അതായത് ലിമിറ്റേഷൻ ഉണ്ട്. എന്തിന്? ടു ദ നമ്പർ ഓഫ് ഒബ്ജക്ട് ഓർ സ്റ്റിമുലസ് ദാറ്റ് ക്യാൻ ബി അറ്റൻഡഡ് ഇൻ വൺ പീരീഡ് ഓഫ്. ഒരു അറ്റൻഷൻ പീരീഡിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ആ ഒബ്ജക്റ്റുകളുടെ അല്ലെങ്കിൽ സ്റ്റിമുലസിന്റെ എണ്ണം, അത് ലിമിറ്റേഷൻ ഉണ്ട് അതിന്. This maximum amount of material that can be attended to in one period of attention is referred to as a span of attention. അപ്പൊ സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തില് മാക്സിമം എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി അറ്റൻഡഡ് ഇൻ വൺ പീരീഡ് ഓഫ്. ഒരു പീരീഡ് ഓഫ് അറ്റൻഷനിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന മെറ്റീരിയലിന്റെ മാക്സിമം എണ്ണമാണ് സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മാക്സിമം എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി അറ്റൻഡഡ് ടു വൺ പീരീഡ് ഓഫ് അറ്റൻഷൻ. ഒരു പീരീഡ് ഓഫ് അറ്റൻഷനിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം എമൗണ്ട് ഓഫ് മെറ്റീരിയലിനെയാണ് സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇഫ് യു ആർ ഏബിൾ ടു നോട്ട് 5 digits or 5 letters in a single act of attention, your span of attention is 5. നമ്മളിപ്പോ ഒരു 5 ഡിജിറ്റുകൾ ആണ് നോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 5 ലെറ്റർ ആണ് ഒരു സിംഗിൾ ആക്ട് ഓഫ് അറ്റൻഷനിൽ അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ 5 ആണ് എന്ന് നമുക്ക് പറയാം. ഇനി 6 നമ്മൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ 6. അപ്പൊ മാക്സിമം നമ്പർ ഓഫ് മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി അറ്റൻഡഡ് ഇൻ വൺ പീരീഡ് ഓഫ് അറ്റൻഷൻ ഈസ് കോൾഡ് ഡാഷ്. ചോദിച്ച ചോദ്യം സ്പാൻ ഓഫ് അറ്റൻഷൻ. സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? നമ്പർ ഓഫ് നമ്മുടെ മാക്സിമം amount of material that can be attended in one period of attention. അപ്പൊ 5 വേർഡ്സ് നമ്മൾ പഠിക്കുവാണെങ്കിൽ നമ്മുടെ ആ പീരീഡ് ഓഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ 5 എന്നർത്ഥം. അതാണ് സ്പാൻ ഓഫ് അറ്റൻഷൻ. ഇനി അറ്റൻഷനെ സംബന്ധിച്ച വേറൊരു തിയറി ഉണ്ട്. രണ്ടു തിയറികൾ നമ്മൾ അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതാണ് ഒരു മൾട്ടി മോഡ് തിയറി ഓഫ് അറ്റൻഷൻ.
മോഡ് തിയറി ഓഫ് അറ്റൻഷൻ. മൾട്ടി മോഡ് തിയറി ഓഫ് അറ്റൻഷൻ ഇത് ഡെവലപ്പ് ചെയ്തത് ജോൺസ്റ്റൺ ആൻഡ് ഹെയ്ൻസ്. എന്താണ് ജോൺസ്റ്റൺ ആൻഡ് ഹെയ്ൻസ്, HEINZ. ജോൺസ്റ്റൺ ആൻഡ് ഹെയ്ൻസ് ആണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തത്, മൾട്ടി മോഡ് തിയറി ഓഫ് അറ്റൻഷൻ. ദിസ് തിയറി ബിലീവ്സ് ദാറ്റ് attention is flexible system that allows selection of a stimulus over others at 3 stages. അപ്പൊ എന്താണ് ഈ തിയറി പറയുന്നത്? അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലെക്സിബിൾ സിസ്റ്റം ആണ്. അറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ സിസ്റ്റം ആണ് എന്ന് പറയുന്ന മോഡൽ ഏതാണ് എന്ന് ചോദിച്ചാൽ മൾട്ടി മോഡ് തിയറി ഓഫ് അറ്റൻഷൻ ആണ്. ഇവരെന്താ പറയുന്നേ? that allows selection of a stimulus over others at 3 stages. നമ്മൾ ഒരു സെലക്ഷൻ ഓഫ് സ്റ്റിമുലസ്, നമ്മൾ ഒരു സ്റ്റിമുലസ് നമ്മൾ സെലക്ട് ചെയ്യുവാണ് മറ്റുള്ളതിനെ നിന്ന് അറ്റ് 3 stages, 3 സ്റ്റേജുകളിലൂടെയാണ് അത് സംഭവിക്കുന്നത്. സ്റ്റേജ് 1 സെൻസറി റെപ്രസെന്റേഷൻ ഓഫ് ദ സ്റ്റിമുലസ് ആർ കൺസ്ട്രക്റ്റഡ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജില് അപ്പൊ 3 സ്റ്റേജുകളിലായിട്ടാണ് അത് പുരോഗമിക്കുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മൾ സെൻസറി റെപ്രസെന്റേഷൻസ് ഓഫ് ദ സ്റ്റിമുലേ, ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ വിഷ്വൽ ഇമേജുകൾ നമ്മൾ എന്ത് ചെയ്യുവാണ്? അത് കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പൊ സെൻസറി ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുവാണ്? നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒന്നാമത്തെ സ്റ്റേജ്. സെൻസറി at this stage allow the at the stage 1 sensory representations are constructed. Stage 2 semantic representations constructed. semantic representations construct ചെയ്യുന്നു. സെമാന്റിക് റെപ്രസെന്റ് നമ്മളിപ്പോ ഒരു നെയിം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഇതെല്ലാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുവാണ്. ഇനി സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ സെൻസറി ആൻഡ് സെമാന്റിക് റെപ്രസെന്റേഷൻസ് ആർ എൻ്റർ ഇൻ ടു അവർ കോൺഷ്യസ്നസ്. മൂന്നാമത്തെ സ്റ്റേജില് ഇവ രണ്ടും കൂടി എങ്ങോട്ട് വരുന്നു? നമ്മുടെ കോൺഷ്യസ്നെസ്സിലേക്ക് കടന്നു വരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഈ സ്റ്റേജ് 3 പ്രോസസ് ആണ് അറ്റൻഷനിൽ നടക്കുന്നത് എന്ന് പറയുന്ന തിയറിയാണ് മൾട്ടി മോഡ് തിയറി ഓഫ് അറ്റൻഷൻ. എളുപ്പമാണ്. എന്താണ് മൾട്ടി മോഡ് തിയറി ഓഫ് അറ്റൻഷൻ? ആരാ കൊണ്ടുവന്നേ? ജോൺസ്റ്റൺ ഹെയ്ൻസും ചേർന്നാണ് ഈ തിയറി കൊണ്ടുവരുന്നത്. അപ്പൊ ഈ തിയറിയിൽ പറയുന്നത് നമ്മുടെ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലെക്സിബിൾ സിസ്റ്റമാണ്. ആ ഫ്ലെക്സിബിൾ സിസ്റ്റത്തിൽ 3 തരത്തിലുള്ള സ്റ്റേജുകളിൽ കൂടി കടന്നു പോകുന്നു. ദാറ്റ് ഇസ് ദ സെലക്ഷൻ ഓഫ് എ സ്റ്റിമുലസ് ഓവർ അതേഴ്സ് അറ്റ് 3 stages. ഒന്നാമതായിട്ട് നമ്മൾ സെൻസറി റെപ്രസെന്റേഷനുകളെ കൺസ്ട്രക്ട് ചെയ്യുന്നു. രണ്ടാമത് നമ്മൾ സെമാന്റിക് ആയിട്ടുള്ള റെപ്രസെന്റേഷനുകളെ കൺസ്ട്രക്ട് ചെയ്യുന്നു. മൂന്നാമതായിട്ട് ഇവ രണ്ടും ചേർത്ത് നമ്മൾ ഇവയെ എങ്ങോട്ട് കടത്തിവിടുന്നു? നമ്മുടെ കോൺഷ്യസ്നെസ്സിലേക്ക് കടത്തിവിടുന്നു, നമ്മുടെ ബോധതലത്തിലേക്ക് കടത്തിവിടുന്നു. ഇറ്റ് ഓൾസോ സജസ്റ്റ് ദാറ്റ് മോർ പ്രോസസിംഗ് റിക്വയർസ് മോർ മെന്റൽ എഫർട്ട്. അപ്പൊ ഈ തിയറി പറയുന്നത് മോർ പ്രോസസിംഗ്, കൂടുതലായിട്ട് പ്രോസസ്സിംഗ് നടക്കണമെങ്കിൽ നമ്മൾ മോർ മെന്റൽ എഫർട്ട് അതിൽ അനിവാര്യമാണ് എന്ന് പറയുന്നു. അപ്പൊ അതില് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിതില് മൾട്ടി മോഡ് എന്ന് പറഞ്ഞില്ലേ, 4 തരത്തിലുള്ള മോഡുകളെ പറ്റി പറയാം. അതായത് പെർസെപ്ച്വൽ മോഡ്, അറ്റൻഷണൽ മോഡ്, മെമ്മറി മോഡ്, എക്സിക്യൂട്ടീവ് മോഡ്. ഏതൊക്കെ മോഡാണ്? പെർസെപ്ച്വൽ മോഡ്, രണ്ടാമതായിട്ട് അറ്റൻഷണൽ മോഡ്, മൂന്നാമതായിട്ട് മെമ്മറി മോഡ്, നാലാമത് എക്സിക്യൂട്ടീവ് മോഡ്. ഇതാണ് മൾട്ടി മോഡ്. ധാരാളം മോഡുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? പെർസെപ്ച്വൽ, അറ്റൻഷണൽ, മെമ്മറി ആൻഡ് എക്സിക്യൂട്ടീവ് മോഡുകളായിട്ട് തരംതിരിക്കാം. പെർസെപ്ച്വൽ മോഡിൽ നമ്മൾ പറഞ്ഞ പോലെ, ആദ്യത്തെ സ്റ്റേജിൽ പറഞ്ഞ പോലെ സെൻസറി ഇൻഫോർമേഷൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു, പെർസീവ് ചെയ്യുന്നു. അത് പെർസെപ്ച്വൽ. അറ്റൻഷണൽ മോഡിൽ എന്താണ്? സെലക്റ്റീവ് ആയുള്ള അറ്റൻഷൻ നടക്കുന്നു, അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. മൂന്നാമത് മെമ്മറി മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റിട്രീവ് ചെയ്യുന്നു, ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നു. എക്സിക്യൂട്ടീവ് മോഡ് എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഇത്തരത്തിലുള്ള ഈ മോഡുകളാണ് ഒരു അറ്റൻഷനിൽ ഉള്ളതെന്നാണ് ഇവർ പറയുന്നത്. എന്തൊക്കെയാണ്? പെർസെപ്ച്വൽ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസറി ഇൻഫോർമേഷനുകൾ എന്ത് ചെയ്യുന്നു? അത് നമ്മൾ പ്രോസസ് ചെയ്യുന്നു. അതാണ് അത് പെർസീവ് ചെയ്യുന്ന മോഡ്.
രണ്ടാമത് അറ്റൻഷണൽ മോഡ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ പെർസീവ് ചെയ്യുന്ന എല്ലാം നമ്മൾ സ്വീകരിക്കാറുണ്ടോ? ഇല്ല. സെലക്ടീവ് അറ്റൻഷൻ ആൻഡ് ഫോക്കസ്. അറ്റൻഷനിൽ സെലക്ടീവ് അറ്റൻഷൻ ആൻഡ് ഫോക്കസ്. എന്നിട്ട് പിന്നെ നമ്മൾ ഓർത്തെടുക്കണ്ടേ ഈ പറഞ്ഞ കാര്യം. അപ്പൊ റിട്രീവ് ആൻഡ് സ്റ്റോർ ഇൻഫോർമേഷൻ, അതാണ് മെമ്മറി മോഡിൽ വരുന്നത്. എക്സിക്യൂട്ടീവ് മോഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്നിട്ടൊരു തീരുമാനം, ഡിസിഷൻ മേക്കിംഗ്, അതേപോലെ നമ്മുടെ ഹൈ ലെവൽ കൺട്രോൾ എന്നുള്ളതാണ് അതിൽ വരുന്നത്. They emphasize that importance of understanding attention as a complex, dynamic process that involves the coordination of multiple modes. അപ്പോൾ ഈ തിയറി എംഫസൈസ് ചെയ്യുന്നത് the importance of understanding attention as a complex, dynamic process that involves the coordination of multiple modes. ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ മോഡുകളുടെ കോമ്പിനേഷൻ അടങ്ങിയ ഒരു ഡൈനാമിക് പ്രോസസ്സായ ഒരു സംഭവമാണ്, ഒരു സങ്കീർണമായ പ്രക്രിയയാണ് എന്ത് നമ്മുടെ ഈ അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ അറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള ഈ മൾട്ടി മോഡുകൾ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സാണ്. കോംപ്ലക്സ്, ഡൈനാമിക്, പിന്നെ എന്താണ് മൾട്ടി മോഡ്സിനാൽ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സാണ് എന്ന് ഈ തിയറി പറയുന്നു. അപ്പൊ അതും പഠിച്ചുകൊണ്ട് അങ്ങ് പോകാം. മൾട്ടി മോഡ് തിയറി കൊണ്ടുവരുന്നു. ആരാണ് കൊണ്ടുവന്നത്? ജോൺസ്റ്റൺ ആൻഡ് ഹെയ്ൻസ്. മൾട്ടി മോഡ് മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഓർക്കുക, നിരവധി മോഡുകളുണ്ട്. അതിൽ വരുന്ന മോഡുകളാണ് പെർസെപ്ച്വൽ മോഡ്, അറ്റൻഷണൽ മോഡ്, മെമ്മറി മോഡ്, എക്സിക്യൂട്ടീവ് മോഡ്. നമ്മളൊരു സംഭവം നമ്മൾ പെർസീവ് ചെയ്യുന്നു, അപ്പൊ സെൻസറി ഇൻഫോർമേഷൻ പ്രോസസ് ചെയ്യുന്നു, പെർസെപ്ച്വൽ മോഡ്. രണ്ടാമത് അതിൽ നിന്ന് ആവശ്യമുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നു, അതാണ് അറ്റൻഷണൽ മോഡ്. മൂന്നാമത് ആ അറ്റൻഡ് ചെയ്ത് നമ്മൾ ഓർത്തെടുക്കണ്ടേ, റിട്രീവൽ മോഡ്, അത് മെമ്മറി മോഡ്. പിന്നെന്താണ് എക്സിക്യൂട്ടീവ്, നമ്മൾ അതിൽ ഡിസിഷൻ എടുക്കുന്നു, ഹൈ ലെവൽ പ്രോസസ്സിംഗ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കോർഡിനേഷൻ സാധ്യമാകുന്നതിലൂടെയുള്ള ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് പ്രോസസ്സിന്റെ ഓമനപ്പേരാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സിസ്റ്റമാണ് ഈ അറ്റൻഷൻ. അതിൽ 3 സ്റ്റേജുകൾ പറയുന്നു. അതാണ്, ഒന്ന് സെൻസറി കൺസ്ട്രക്ഷൻ നടക്കുന്നു, സെമാന്റിക് കൺസ്ട്രക്ഷൻ നടക്കുന്നു. ഇത് രണ്ടും ബോധമണ്ഡലത്തിലേക്ക് കടന്നു വരുന്നു. ഇതാണ് മൾട്ടി മോഡുലാർ തിയറി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അറ്റൻഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് ഡോപ്പമിൻ കുറിച്ചെടുക്കുക, റെഗുലേറ്റ്സ് അറ്റൻഷണൽ മോട്ടിവേഷൻ. അപ്പൊ അറ്റൻഷണൽ മോട്ടിവേഷന് റെഗുലേറ്റ് ചെയ്യുന്നത് ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഡോപ്പമിൻ അറ്റൻഷണൽ മോട്ടിവേഷൻ അത് ത്വരിതപ്പെടുത്തുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത് ഡോപ്പമിൻ ആണ്. ഇനി നോറെപ്രിനെഫ്രിൻ ഇൻവോൾവ് ഇൻ അറ്റൻഷണൽ അറൗസൽ ആൻഡ് വിജിലൻസ്. നോറെപ്പിനെഫ്രിൻ ഇതെന്താണ്? അറ്റൻഷൻ അറൗസൽ ആൻഡ് വിജിലൻസ്. അത് ത്വരിതപ്പെടുത്തുന്നത് നോറെപ്പിനെഫ്രിൻ ആണ്. പിന്നെന്താണ്? അസറ്റൈൽ കൊളൈൻ പ്ലേസ് റോൾ ഇൻ അറ്റൻഷണൽ മോഡുലേഷൻ. അറ്റൻഷണൽ മോഡുലേഷന് സഹായിക്കുന്നതാണ് അസറ്റൈൽ കൊളൈൻ. അറ്റൻഷണൽ മോഡുലേഷൻ ആൻഡ് മെമ്മറി അതിന് സഹായിക്കുന്നത് അസറ്റൈൽ കൊളൈൻ. ഇനി സെറോട്ടോണിൻ അറ്റൻഷണൽ റെഗുലേഷൻ ആൻഡ് ഇമ്പൾസ് കൺട്രോൾ. സെറോട്ടോണിൻ attentional regulation and impulse control. Regulation and impulse control. അപ്പോൾ ഇതാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. നമ്മുടെ അറ്റൻഷന് ഇൻവോൾവ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ്
ഡോപ്പമിൻ എന്തിനു സഹായിക്കുന്നു? അറ്റൻഷണൽ മോട്ടീവ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ അറ്റൻഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ വടി വിഴുങ്ങിയ പോലെ ഇരിക്കരുത്. ഡോപ്പമിൻ ഉണ്ട്, അത് അറ്റൻഷണൽ മോട്ടിവേഷന് സഹായിക്കുന്നു. നോറെപ്പിനെഫ്രിൻ, അത് അറ്റൻഷണൽ എറൗസൽ വിജിലൻസിന് സഹായിക്കുന്നു. അസറ്റൈൽ കൊളൈൻ അറ്റൻഷണൽ മോഡുലേഷനും മെമ്മറിക്കും സഹായിക്കുന്നു. സെറോട്ടോണിൻ എന്തിനു സഹായിക്കുന്നു? അറ്റൻഷണൽ റെഗുലേഷന് സഹായിക്കുന്നു എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ അതിലൊരു പേര് പഠിച്ചു, അറ്റൻഷണൽ മോഡുലേഷൻ. അപ്പൊ എന്താണ് ഈ അറ്റൻഷണൽ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ? അറ്റൻഷണൽ മോഡുലേഷൻ, അപ്പൊ അതൊന്ന് നോക്കാം. എന്താ അറ്റൻഷണൽ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റിംഗ് ന്യൂറൽ ആക്ടിവിറ്റി ബേസ്ഡ് ഓൺ അറ്റൻഷണൽ ഡിമാൻഡ്സ്. അതായത് എന്താണ്? നമ്മുടെ ന്യൂറൽ ആക്ടിവിറ്റി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. എന്തിനെ ബേസ് ചെയ്തുകൊണ്ട്? നമ്മുടെ അറ്റൻഷണൽ ഡിമാൻഡുകൾക്കനുസരിച്ച്. അതിനെയാണ് മോഡ്. നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നു അല്ലേ? നമ്മൾ പല പല ഫ്രീക്വൻസിയിൽ നമ്മൾ വെക്കുമ്പോഴല്ലേ നമുക്ക് റെഡ് FM കിട്ടും, റേഡിയോ മാംഗോ കിട്ടും, എല്ലാം കിട്ടുന്നത്. അപ്പൊ അതെങ്ങനെയാണ്? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ന്യൂറൽ ആക്ടിവിറ്റി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. എന്തിനെ ബേസ് ചെയ്തുകൊണ്ട്? നമ്മുടെ അറ്റൻഷണൽ ഡിമാൻഡ്. അതിനെ വിളിക്കുന്ന പേരാണ് അറ്റൻഷണൽ മോഡുലേഷൻ. തെറ്റിപ്പോകരുത്. അറ്റൻഷണൽ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസ്റ്റിംഗ് ന്യൂറൽ ആക്ടിവിറ്റി. അഡ്ജസ്റ്റ് ചെയ്യുവാണ് എന്ത്? നമ്മുടെ ന്യൂറൽ ആക്ടിവിറ്റി. എന്തിനനുസരിച്ചിട്ട്? ബേസ്ഡ് ഓൺ വാട്ട്? ബേസ്ഡ് ഓൺ അറ്റൻഷണൽ ഡിമാൻഡ്. അറ്റൻഷണൽ ഡിമാൻഡ്സിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മുടെ ന്യൂറൽ ആക്ടിവിറ്റി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് അറ്റൻഷണൽ മോഡുലേഷൻ. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഇറ്റ് എൻഹാൻസ് ദ പ്രോസസിംഗ് ഓഫ് റെലവന്റ് ഇൻഫോർമേഷൻ ആൻഡ് സപ്രസ് ഇറലവന്റ് ഇൻഫോർമേഷൻ. അപ്പൊ അതിന് ഫലമായിട്ട് നമുക്ക് റെലവന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ എന്ത് ചെയ്യും? പ്രോസസിംഗ് എൻഹാൻസ് ചെയ്യപ്പെടും. നമുക്ക് അത്യന്ത ആവശ്യമായുള്ള റെലവന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യും? നമുക്കത് എൻഹാൻസ് ചെയ്യും, അതിന്റെ പ്രോസസിംഗ്. ഇറലവന്റ് ആയിട്ടുള്ളത് എന്ത് ചെയ്യും? സപ്രസ് ചെയ്യപ്പെടും. അപ്പൊ ഇത് നമുക്ക് സെൻസറി മോഡുലേഷൻ എന്നും കോഗ്നിറ്റീവ് മോഡുലേഷൻ എന്നും രണ്ടായിട്ട് പറയാം. സെൻസറി മോഡുലേഷൻ പിന്നെ കോഗ്നിറ്റീവ് മോഡുലേഷൻ. അപ്പൊ രണ്ട് തരത്തിലുള്ള മോഡുലേഷൻ. എന്താ സെൻസറി മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് സെൻസറി പ്രോസസ്സിങ്ങിനെയാണ്. ഇപ്പൊ സെൻസറി പ്രോസസ്സിങ്ങിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിന് സെൻസറി മോഡുലേഷൻ എന്ന് പറയും. ഇനി കോഗ്നിറ്റീവ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഗ്നിറ്റീവ് പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? മോഡുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ അറ്റൻഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കോഗ്നിറ്റീവ് പ്രോസസ്സിനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് കോഗ്നിറ്റീവ് മോഡുലേഷൻ. നമ്മുടെ അറ്റൻഷനെ ബേസ് ചെയ്തുകൊണ്ട് സെൻസറി പ്രോസസ്സിങ്ങിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് സെൻസറി മോഡുലേഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ഈ മോഡുലേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചറുകൾ അല്ലെങ്കിൽ ന്യൂറൽ സ്ട്രക്ചറുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടൽ ലോബ്, അത് നമ്മുടെ അറ്റൻഷണൽ കൺട്രോളിനും മോഡുലേഷനും സഹായിക്കുന്നു. ഫ്രണ്ടൽ ലോബ് എന്തിനു സഹായിക്കുന്നു? അറ്റൻഷണൽ കൺട്രോൾ ആൻഡ് മോഡുലേഷൻ. പെറൈറ്റൽ ലോബ് അറ്റൻഷണൽ ഓറിയന്റേഷനും മോഡുലേഷനും സഹായിക്കുന്നു. ഓരോന്നും നോട്ട് ചെയ്തുകൊണ്ട് പോവുക. തലാമസ് റിലേസ് സെൻസറി ഇൻഫോർമേഷൻ ആൻഡ് മോഡുലേറ്റ് അറ്റൻഷൻ. അപ്പൊ നമ്മുടെ അറ്റൻഷൻ മോഡുലേറ്റ് ചെയ്യാനും നമുക്ക് സെൻസറി ഇൻഫോർമേഷനുകളുടെ റിലേ സ്റ്റേഷൻ ആയിട്ടും പ്രവർത്തിക്കുന്നതാണ് തലാമസ് എന്ന് പറയുന്നത്. അപ്പൊ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? ഫ്രണ്ടൽ ലോബ് എന്തിനു സഹായിക്കുന്നു? ഇൻവോൾവ് ഇൻ അറ്റൻഷണൽ കൺട്രോൾ ആൻഡ് മോഡുലേഷൻ. പെറൈറ്റൽ ലോബ് അറ്റൻഷണൽ ഓറിയന്റേഷൻ ആൻഡ് മോഡുലേഷൻ. തലാമസ് റിലേ സ്റ്റേഷൻ സെൻസറി ഇൻഫോർമേഷൻ ആൻഡ് മോഡുലേറ്റ് അറ്റൻഷൻ. മറന്നു പോകരുത്. ഇനി ഈ മോഡുലേഷന്റെ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബിഹേവിയർ നമുക്ക് സമ്മാനിക്കുന്നു. അതേപോലെ നമ്മുടെ ആ പ്രോസസ്സിങ്ങിലെ ഒരു എഫിഷ്യൻസിയും ആക്യുറസി നമ്മളിങ്ങനെ ഈ രീതിയിൽ മോഡുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ എന്താണോ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് അതിലൊരു ആക്യുറസി അതേപോലെ ഒരു എഫിഷ്യൻസി നമുക്ക് ആ പ്രോസസ്സിങ്ങിൽ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു. ഇനി ഇത്തരത്തിലുള്ള കാര്യത്തിന്റെ ഡിസ്ഫങ്ഷൻ നിമിത്തം നമുക്ക് ADHD ഉണ്ടാകുന്നു. അതേപോലെ സ്കിസോഫ്രീനിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തിന്റെ ഡിസ്ഫങ്ഷനിൽ? ഈ മോഡുലേഷൻ ഡിസ്ഫങ്ഷൻ.
നമ്മൾ പറഞ്ഞ ഈ അറ്റൻഷണൽ മോഡുലേഷനിൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ ADHDക്ക് സാധ്യതയുണ്ട്. അതേപോലെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുകൾക്ക് സാധ്യതയുണ്ട്, സ്കീസോഫ്രീനിയക്ക് സാധ്യതയുണ്ട്, സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡറുകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ എന്താ നമ്മൾ പഠിച്ചേ? അറ്റൻഷണൽ മോഡുലേഷൻ. എന്താ അറ്റൻഷണൽ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ അറ്റൻഷണൽ ഡിമാൻഡുകൾക്കനുസരിച്ചിട്ട് നമ്മൾ ന്യൂറൽ ആക്ടിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യുവാണ്. അപ്പൊ രണ്ട് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞു. നമ്മൾ സെൻസറി മോഡുലേഷൻ, സെൻസറി ഇൻഫോർമേഷനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? അഡ്ജസ്റ്റ് ചെയ്യുവാണ്. അതുപോലെ നമ്മുടെ കോഗ്നിറ്റീവ് മോഡുലേഷൻ, കോഗ്നിറ്റീവ് പ്രോസസ്സിങ്ങിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്യുവാണ്. അപ്പൊ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ബ്രെയിൻ സ്ട്രക്ചറുകൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടൽ ലോബ് ഉണ്ട്, പെറൈറ്റൽ ലോബ് ഉണ്ട്, തലാമസ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അറ്റൻഷണൽ മോഡുലേഷനും നമ്മൾ കഴിഞ്ഞു. ഇനി അതിന്റെ ഡിസ്ഫങ്ഷൻ നിമിത്തം ഡിസ്ഫങ്ഷനിൽ വരുന്നതാണ് നമ്മളുടെ സ്കീസോഫ്രീനിയ ഉണ്ടാകും, അതേപോലെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുകൾ ഉണ്ടാകും, സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡറുകൾ ഉണ്ടാകും, ADHD ഉണ്ടാകും എന്നുള്ളതാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ADHD ഉണ്ടാകും, സ്കീസോഫ്രീനിയ ഉണ്ടാകും, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉണ്ടാകും, സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡറുകൾ ഉണ്ടാകും. അപ്പൊ അതും പഠിച്ചു. ഇനി അടുത്തത് ഈ അറ്റൻഷനുമായി ബന്ധപ്പെട്ട വേറൊരു വാക്കാണ് സെൻസറി ഗേറ്റിംഗ്. ആരാണ്? സെൻസറി ഗേറ്റിംഗ്. സെൻസറി ഗേറ്റിംഗ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു ഗേറ്റ് ഉണ്ട്, അത് ഓർത്താൽ മതി. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ട കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ അവിടെ ഒരു ആൾ നിൽക്കുന്നുണ്ട്, അപ്പൊ അത് ഫിൽട്ടർ ചെയ്തിട്ടാണ് കിട്ടത്തുള്ളൂ. അതാണ്. അപ്പൊ ഇത് ഇറ്റ് ഈസ് എ ന്യൂറൽ പ്രോസസ് ദാറ്റ് ഫിൽട്ടർ ഔട്ട് ഇറലവന്റ് സെൻസറി ഇൻഫോർമേഷൻ. ഇറലവന്റ് ആയിട്ടുള്ള സെൻസറി ഇൻഫോർമേഷൻ ഫിൽട്ടർ ഔട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? സെൻസറി ഗേറ്റിംഗ് എന്ന് പറയുന്നത്. വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാം. എന്താണ് സെൻസറി ഗേറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ന്യൂറൽ പ്രോസസ് ദാറ്റ് ഫിൽട്ടേഴ്സ് ഔട്ട് ദ ഇറലവന്റ് സെൻസറി ഇൻഫോർമേഷൻ. ഇറലവന്റ് ആയുള്ള സെൻസറി ഇൻഫോർമേഷനുകളെ ഫിൽട്ടർ ചെയ്യുന്ന പ്രക്രിയയുടെ പേരാണ് സെൻസറി ഗേറ്റിംഗ്. അതുകൊണ്ട് എന്താണ് നമുക്കുള്ള മെച്ചം? ഇറ്റ് ഹെൽപ്സ് ഫോക്കസ് ഓൺ റെലവന്റ് സ്റ്റിമുലസ് ആൻഡ് ഇഗ്നോർ ദ ഡിസ്ട്രാക്ഷൻസ്. നമുക്കപ്പോ ഇറലവന്റ് ആയിട്ടുള്ളത് അങ്ങനെ ഫിൽട്ടർ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ്? റെലവന്റിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ആരാണ് ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്? തലാമസ് ആൻഡ് കോർട്ടെക്സ് പ്ലേ എൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ സെൻസറി ഗേറ്റിംഗ്. അതേപോലെ ഇതിൽ ഇൻവോൾവ് ആകുന്ന പ്രോസസ്സാണ് ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് മെക്കാനിസം. നമ്മൾ പഠിച്ചിട്ടുണ്ട് മെമ്മറിയിലൊക്കെ. അതിലുള്ള ആ ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് ആണ് ഈ സെൻസറി ഗേറ്റിംഗിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോ it involves inhibitory neurotransmitters to suppress the irrelevant. അപ്പൊ ഇതില് ഇൻഹിബിറ്റേറ്ററി ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ് നമുക്ക് ആ ഇറലവന്റ് ആയിട്ടുള്ള സെൻസറി ഔട്ട്പുട്ടുകളെ സപ്രസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് എന്നുള്ളതും ഓർത്തു വെക്കുക. ഇതിന്റെ ഡിസ്ഫങ്ഷൻ സംഭവിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ADHD, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ്, സ്കിസോഫ്രീനിയ, സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡറുകളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ സെൻസറി ഗേറ്റിംഗ് ഒന്നുമില്ല. എന്താണ് സെൻസറി ഗേറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫിൽട്ടറിംഗ് ഇറലവന്റ് മെറ്റീരിയൽ ഓർ ഇറലവന്റ് സെൻസറി ഇൻഫോർമേഷൻ. അപ്പൊ നമുക്ക് അതിന്റെ ഫലമായിട്ട് എന്ത് പറ്റും? റെലവന്റ് ആയുള്ള സ്റ്റിമുലസിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഇഗ്നോർ ചെയ്യാനായിട്ട് പറ്റും. ഇതില് തലാമസും അതേപോലെ കോർട്ടെക്സുമാണ് ഇമ്പോർട്ടന്റ് റോള് കൈകാര്യം ചെയ്യുന്നത്. ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇൻഹിബിറ്റേറ്ററീസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഇതിൽ പ്രവർത്തിച്ചിട്ട് ഇറലവന്റ് സെൻസറി ഇൻപുട്ടുകളെ സപ്രസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഇതിന്റെ ഡിസ്ഫങ്ഷൻ നിമിത്തം ADHD ഉണ്ടാകുന്നു, സ്കിസോഫ്രീനിയ ഉണ്ടാകുന്നു, സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡറുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സെൻസറി ഗേറ്റിംഗിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ആൽഫ വേവുകളാണ്. ഏത് വേവുകളാണ്? ആൽഫ വേവുകളാണ് ഈ പറയുന്ന സെൻസറി ഗേറ്റിംഗ് സംവിധാനത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അതേസമയം സെൻസറി പ്രോസസ്സിംഗിലും അറ്റൻഷൻ ആൻഡ് മെമ്മറി, ഈ നമ്മളുടെ ഈ ആൽഫ വേവുകൾ അറ്റൻഷൻ ആൻഡ് റിലാക്സേഷൻ, അതേപോലെ സെൻസറി ഗേറ്റിംഗിലൊക്കെ ഇൻവോൾവ് ആണ്. അതേപോലെ സെൻസറി പ്രോസസ്സിംഗിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ബീറ്റ വേവുകളുമാണ്.
സെൻസറി ഗേറ്റിംഗിൽ ആൽഫ വേവുകളും സെൻസറി പ്രോസസ്സിംഗിൽ ബീറ്റ വേവുകളും കടന്നു വരും, ഗാമ വേവുകളും കടന്നു വരുന്നതാണ് എന്നുള്ളതും ഓർത്ത് വെക്കുക. അപ്പോൾ അതാണ് സെൻസറി ഗേറ്റിംഗ് എന്ന് പറയുന്ന സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ആ അറ്റൻഷൻ, ഫിസിയോളജിക്കൽ ബേസിസ് ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, ആ മൊഡ്യൂളിലെ ആ ഭാഗവും നമുക്കിതോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 2 മൊഡ്യൂള് ഒന്നുമില്ലാത്ത രീതിയിൽ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ നോട്ടുകളാണ് ഇനി നമുക്ക് ആവശ്യം. അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒന്നിൻ്റെയും ഇട്ടിട്ടില്ല. നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആദ്യം ഇതൊന്ന് ഓർഡറായിട്ട് ക്ലാസ്സുകളൊന്ന് റെഡി ആയിട്ട് ഓരോ മൊഡ്യൂൾ അനുസരിച്ചിട്ട് തരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കിട്ടിയ സംഭവങ്ങൾ പക്കയാക്കി പഠിക്കാനായിട്ട് എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. 78 ദിവസങ്ങളാണുള്ളത്. നമ്മൾ പഠിച്ച ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന സംഭവത്തിൽ പഠിച്ചതുപോലെ ഒരിക്കലും നടക്കില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ട്, കഴിഞ്ഞ കുറേ ദുരനുഭവങ്ങൾ കൊണ്ട് എനിക്കിതിലൊന്നും ആകാൻ കഴിയില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾ കൈകാര്യം ചെയ്യരുത്. ആ നെഗറ്റീവിനെ അങ്ങ് എടുത്ത് കളയുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് എന്തായാലും ഇത് ഞാൻ നേടിയെടുക്കും. ഈ 78 ദിവസം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന 78 ദിവസമായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. പൊതുവെ നല്ല രീതിയിലുള്ളൊരു കോമ്പറ്റീഷനാണ്. ഇപ്പം എന്താ വെച്ചാൽ ഒരു ബോംബിട്ട പോലെ തന്നെ എല്ലാവരും ചിതറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇടുത്തി പോലെ ആ സിലബസ് ബോംബ് ഹും എന്ന് പറഞ്ഞ് വീണത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിതറി പരക്കാൻ പാഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പരിഭ്രാന്തിപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആനവിരുണ്ട്, ഉത്സവപ്പറമ്പിൽ ആനവിരുണ്ട പോലെ എല്ലാവരും ഓടി നടക്കുകയാണ്. ഈ അവസരം നമ്മൾ വിനിയോഗിക്കണം. കാരണം നമ്മൾ സേഫാണ് എന്നുള്ള രീതിയിലേക്ക്. കാരണം ആന വിരണ്ട് ഓടുമ്പോൾ നമ്മൾ വളരെയേറെ ദൂരത്തിലാണ്, മനസ്സിലായോ? അതായത് നമ്മളുടെ അടുത്തേക്ക് എത്തില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൈകാര്യം ചെയ്യണം. അപ്പോൾ ഈ അവസരം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തമ്പുരാൻ അറിഞ്ഞു തന്ന ഒരു അവസരമായിരിക്കാം. മനസ്സിലായി? ഇങ്ങനെ ചിതറി ഓടുമ്പോൾ ചിലർക്ക് എടുക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നൊന്നും കിട്ടുന്നില്ല, ഒരു അറിയിപ്പുമില്ല, ഒന്നുമില്ല, അങ്ങനെ പോകുന്നു. ചിലർക്ക് അവർ ഫീസ് കൂട്ടി ചോദിച്ചിരിക്കുന്നു, ചിലർക്ക് ഇനി നിങ്ങൾ സ്വന്തം പഠിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ പല പല രീതികളിലാണ് പലർക്കും കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ. ഇത് ഞാനിതിൻ്റെ പുറകെ പോയത് കൊണ്ടൊന്നും അല്ല കേട്ടോ, എന്നോട് കുട്ടികൾ വിളിച്ച് പറഞ്ഞറിഞ്ഞതാണ്. കാരണം എനിക്കിത് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലായി? മറ്റുള്ള കുട്ടികൾ എന്നെ വിളിച്ചിട്ട് അവർ പലതിനും പഠിക്കുന്നവർ വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ നടക്കുവാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിതറിയോടി ഇങ്ങനെ നടക്കുവാണ്. ഈ അവസരം നമ്മൾ കൃത്യമായിട്ട് വിനിയോഗിച്ചാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന സമയങ്ങൾ മുഴുവൻ പഠിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകുക. എല്ലാവരും നിർബന്ധമായിട്ടും ആ സൈക്കോളജിയിലെ 10ാമത്തെ മൊഡ്യൂൾ തുടങ്ങി അങ്ങ് പഠിച്ചു തുടങ്ങും. ഗൂഗിൾ ക്ലാസ് റൂം എല്ലാവർക്കും ലഭ്യമായി എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഓരോ ഗ്രൂപ്പിലും ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കിട്ടാത്തവർ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ എന്തായാലും കിട്ടിയില്ലെങ്കിലും പറയേണ്ടതാണ്. അങ്ങനെ പറഞ്ഞവർക്കൊക്കെ ഗൂഗിൾ ക്ലാസ് റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പറയുന്നു, ഇനി ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിന് വേണ്ടിയിട്ട് ചോദിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ 10ാമത്തെ മൊഡ്യൂൾ അത് വലിയൊരു മൊഡ്യൂളാണ്. അയ്യോ 10ാമത്തത് വലുതാണേ അതിപ്പോൾ പഠിക്കാൻ പറ്റും അങ്ങനെയൊന്നും വിചാരിക്കരുത്. കൂടുതൽ മാർക്കുള്ള ഒരു പോർഷനാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തായാലും സമയമൊക്കെ വളരെ വൈകി, തൊണ്ട വറ്റി എല്ലാം ഇതായി. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഒരു വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സാധ്യമാക്കാനായിട്ട് സർവശക്തനായ തമ്പുരാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാണ്. അതേപോലെ തന്നെ അനവധി പ്രയാസങ്ങൾ കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്, നമുക്ക് തന്നെയുണ്ട്. ആ ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം സർവശക്തനായ ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ അതെല്ലാം ശരിയാക്കി എല്ലാവർക്കും സമാധാനം പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും വയനാട്ടിലുണ്ടായ സംഭവവികാസങ്ങളെല്ലാം. നമ്മളുടെ ഈ ഗ്രൂപ്പിൽ നമ്മളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി കൗൺസിലറായിട്ടിരുന്ന സ്കൂളാണ് ഒഴുകിപ്പോയത്. വെള്ളാർമല UP സ്കൂൾ എന്ന് പറയുന്നത് എല്ലാം വളരെ സങ്കടകരമായ അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ആ കുട്ടി വിളിച്ചപ്പോഴാണ് കാര്യങ്ങളെല്ലാം അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ
അവർക്ക് അവരെല്ലാം വളരെയേറെ സങ്കടത്തിലാണ്. പല കുട്ടികളെ കാണുന്നില്ല, പലവിധ പ്രശ്നങ്ങൾ, അതായത് കുട്ടികളുമായിട്ട് സൗഹൃദം ഉണ്ടായ സുഹൃത്തുക്കളെല്ലാം കരയുന്നു. എൻ്റെ സുഹൃത്ത് നഷ്ടപ്പെട്ടു, എൻ്റെ ആൾ നഷ്ടപ്പെട്ടു, അങ്ങനെ എല്ലാവരും ഇങ്ങനെ വളരെയേറെ പ്രയാസത്തിലും ദുഃഖത്തിലും ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ശാന്തതയും സമാധാനവും ലഭ്യമാകട്ടെ. ഇതിനെല്ലാം തമ്പുരാൻ കനിഞ്ഞാൽ മാത്രമാണ്. നമ്മളൊന്നും വലിയ സർവശക്തരൊന്നുമല്ല, നമ്മളെല്ലാം വളരെ നിസ്സാരന്മാരാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാനേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് എല്ലാവർക്കും ഒരു സമാധാനം കൊടുക്കുകയും അതുപോലെ ഒരുപാട് പ്രയാസങ്ങളിൽ അവരുടെ സമ്പാദിച്ചതും കെട്ടിപ്പടുത്തതും എല്ലാം കൂട്ടിയോജിപ്പിച്ചു വെച്ചതും എല്ലാം പ്രിയപ്പെട്ടവരെ എല്ലാം നഷ്ടപ്പെട്ട ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം അവർക്കെല്ലാവർക്കും ഒരു സമാധാനം കിട്ടാനും ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ അവർക്ക് ശക്തിയോടുകൂടി മുന്നേറാനായിട്ടുള്ളൊരു ശക്തി അവരുടെ മനസ്സിന് കൊടുക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളുടെ പഠന കാര്യങ്ങൾ വിട്ടുപോകാതെ ഈ 78 ദിനരാത്രങ്ങൾ രാവിലെ പകലാക്കി പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തായാലും നിർത്തുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും. ഓക്കെ, താങ്ക് യു.